സ്വർഗവും നരകവും ഉണ്ടോ? ഇന്നും നിഗൂഢതയിൽ തുടരുന്ന ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. മരണശേഷം ശരീരം വിട്ട ആത്മാവ് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നത്? അല്ലെങ്കിൽ നമ്മളോടൊപ്പം നമുക്കിടയിൽ തന്നെ കാണുമോ? അതോ അവരെ അടക്കം ചെയ്ത കല്ലറയിൽ തന്നെ ഇപ്പോഴും ഉണ്ടാകുമോ? പാതിരയായില്ലോ, ഇവർക്ക് ഇതുവരെ എനിക്കാറായില്ല. എങ്ങനെ പകൽ മുഴുവൻ റീൽസും കണ്ട് കിടക്കും. ഇത് സമയത്തിന് എനിക്കില്ല. ഒന്ന് മണി അടിച്ചു നോക്കാം. തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ശാന ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ശാന പള്ളിമണി നാം നാം ഉള്ളറിയണം നാം അല്ലതൊഴിവാകാൻ ഒന്നു ചേരാ ഹല്ലേലൂയ ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഒന്ന് വിളിച്ചു പോവാതെ മനുഷ്യൻ ഒരു പോലെ കണ്ണടിച്ചിട്ടില്ല. അതെങ്ങനെ ഈ ഒല്ലൂർ പള്ളിയിലെ ഒടുക്കത്തൊരു വെടിക്കെട്ട് അവിടെ കിടന്ന് കടൽ കൊട്ടുമ്പോഴേ മനുഷ്യന്റെ നെഞ്ചാ കിടക്കുന്നത്. ആരോ വരുന്നുണ്ടല്ലോ. ആരാണ് അവിടെ വരുന്നുണ്ടല്ലോ? ആരത്? അവര് നിനക്ക് മനസ്സിലായില്ലേ? അവനാണ് ഈ റീത്ത്. റീത്തോ? റീത്ത് എന്നാണ് പറയുന്നത്. അവന്റെ ഒറിജിനൽ നെയിം മിസ്റ്റർ റീത്ത് ജോൺ. എടാ നമ്മുടെ മോൾക്ക് തന്നെയല്ലേ ഈ പോളണ്ടിൻ ഷെഗിയുടെ വീടിന്റെ അടുത്താണ് വീട്. ഇവിടെ ഇവനെന്താ പരിപാടി അറിയാം? ഇവിടെ ഈ നേരത്തെ തിരികണം. ഏതാ ഇവന് അഞ്ചേരി ചെറിയൊരു പൂക്കളുണ്ട്. ഇവൻ ഇവിടെ വരുന്നത് അതാണ് തമാശ. ഇവനാണ് പുലിയാണ് കേട്ടാ. ഇവന് ഈ പാതിരാത്രി ഇവിടെ വരുന്നതാണ്. എന്തിനാണ് ഇവൻ ഈ പാതിരാത്രി ഇവിടെ വന്നിട്ട് നോക്കി 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 നമ്മുടെ ഭാര്യമാരും പിള്ളേരൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കയ്യിലെ പൈസ കൊണ്ട് വെച്ച് വെച്ചാൽ റീത്ത് കണ്ട. ഇവൻ ഈ റീത്തൊക്കെ ഇവിടെ നിന്ന് പൊക്കാനാ വെക്കുന്നത്. മനസ്സിലായ? നല്ല വിശ്വാസമാണല്ലോ. എടാ എന്തിനാ ഇവൻ റീത്ത് പൊക്കണെന്ന് നിനക്കറിയാം? അതിലെല്ലാം തമാശ. ഈ റീത്തൊക്കെ വീട്ടിൽ കൊണ്ടുവരും. കുറച്ച് പെർഫ്യൂമും കുറച്ച് വെള്ളമൊക്കെ അടിച്ച് പിറ്റേ ദിവസം രാവിലെ എന്റെ കടയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കും. എന്തിനാ? പിറ്റേ ദിവസം രാവിലെ ഇത് അവര് വേറെ ഭാര്യമാരും പിള്ളേരും കയ്യിലെ കാശും കളഞ്ഞു നാട്ടുകാർ കാണിക്കാൻ വേണ്ടി അത് മേടിച്ചു കൊണ്ടുപോയിട്ടാ ഇവിടെ ഇങ്ങനെ ബിസിനസ്സാണല്ലോ. നമുക്ക് തുടങ്ങിയല്ല. പൊട്ട ബിസിനസ് കൊള്ളാം. പക്ഷെ നീ ഞാനും ശക്തില്ലടാ മോനെ. നമുക്ക് പറ്റും. കൂടാണ് അടുപ്പക്കാരന് തേനാണ് വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ് മിടുമിടുക്കുള്ള ജോയ് പണിക്ക് ചെന്നതിന് പിറ്റേന്ന് കൊടക്ക് വേലകൾ കാട്ടിയിട്ട് കണക്ക് തെറ്റിയ റോക്കറ്റായി തിരിച്ചു പോരണ ജോയ്. ഇവൻ എന്തിനു പോന്നോനാ പല നമ്പരുമുള്ളോനാ പണി എന്തിനു പോയാലും കെണി കൊണ്ടുവരുന്നോനാ. വെള്ളം തളിക്കാതെ ഫുള്ളം തടിക്കാനും വെള്ളം തടിക്കാതെ ഉള്ളം കൊടുക്കാനും എന്തൊക്കെ വന്നാലും കണ്ടക്കി നിൽക്കുന്ന ജോയ്.
അല്ല 5 കൊടുത്തു വിട്ടതായിരുന്നല്ലോ, ഇവിടെ 2 കാണാമല്ലോ. നോക്കി 2 കാര്യം പറഞ്ഞപ്പോഴാ വേറൊരെണ്ണത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. സ്വസ്ഥായിട്ട് 2 അടിക്കുക. ഇവിടുത്തെ ഈ ഒരുക്കങ്ങളെ ഇവിടെ കണ്ടിട്ട് നമ്മൾ അടിക്കാതെ ശരി, അവൻ അടിക്കത്ര, അവന് കുറ്റം പറയാൻ പറ്റില്ല. വീട്ടിലിരുന്ന് അടിച്ചോ അവന്റെ ഭാര്യ അവനെ ഇനി ഫ്രണ്ട്സിന്റെ കൂടെ അടിക്കാന്ന് വിചാരിച്ചാലാ 10 പൈസ കൊടുക്കല് ഓസിന് അടിച്ചിട്ട് പോകും. അവൻ അടിക്കത്ര, അവനെങ്കിലും മനസമാധാനത്തോടെ സ്വസ്ഥമായിട്ട് 2 അടിക്കൂട്ടാ. നീ അടിക്കും, അത് പുതിയട്ടാ എടാ, ഇവൻ അടിക്കണ കണ്ടിട്ട് എനിക്കൊരു കൊതിയുണ്ടാ. ഈ കൊതിച്ചിട്ടെന്ന കാര്യം കള്ള നമുക്ക് ചോരം മാത്രം കുടിക്കാൻ പറ്റുള്ളൂ. ജോർജ് 55 വയസ്സ്. ഈ തെണ്ടിയോടെ കിടക്കണ്ടില്ലേ, വലിയ ആദർശവാദിയായിരുന്നു. ഒരു കാര്യം നടത്തില്ല. അവന്റെ മറ്റോടത്തെ ഓരോ നിയമങ്ങളും എങ്ങനെയാണോ അവന്റെ വീട്ടുകാരൊക്കെ സഹിച്ചത്. ആരും ഇപ്പൊ ആദരിക്ക്. ഹലോ, റീത്ത് ജോയാണ്. നമുക്കൊക്കെ എവിടെ ഉറക്കാവും, നമ്മളൊക്കെ എപ്പോഴും വർക്കില്ലല്ലേ. എത്ര റീത്ത്? 3 2 കിട്ടിയിട്ടുണ്ട്. അല്ല, കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്കും സെറ്റാക്കി തരാം. നാളെ രാവിലെ നേരത്തെ പോന്നോ? നിങ്ങളൊക്കെ ഉറങ്ങിക്കോ, നമ്മളൊക്കെ എപ്പോഴും പണിയില്ലല്ലേ. ഓക്കെ, ഗുഡ് നൈറ്റ്. മക്കളെ, ഇപ്പൊ നമുക്കൊന്ന് ചേട്ടന്റെ കട വരെ ഒന്ന് പോയിട്ട് വരാം. ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് നാളെ ഏതൊരു ഭാഗ്യവാന്റെ കൂടെ ഇങ്ങോട്ടേക്ക് തന്നെ വരാനുള്ളതാ. വാ, നമുക്ക് ഇപ്പൊ പോവാം. അതെ, ഇവനെ 2 കിട്ടിയിട്ടുള്ളൂ. ഡിമാൻഡ് കൂടുതലാ. മിക്കവാറും ഇവൻ നമ്മുടെ കുരിച്ചിന്റെ സ്ഥലത്തേക്ക് പോണേ. നമുക്ക് നോക്കണ കൂടാണ് അടുപ്പക്കാരന് തേനാണ്, വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. ഏകാന്തതയുടെ മഹാതീരം ഏകാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ അപാരതീരം ജോർജേട്ടാ, എന്തത് കുറെ നേരമായാലും ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? എന്താ പ്രശ്നം? ഇനി വല്ല ഡിപ്രഷനാണോ? അതല്ല ലോറൻസ്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാത്രം ചെയ്ത ശരിയാവുന്നില്ല. അതൊന്നും ചെയ്യാണ്ട് ചത്തങ്ങട് പോയി. ഇതൊന്നും നമ്മൾ തീരുമാനിക്കണ്ടല്ലോ, ഇതൊക്കെ ദൈവം തീരുമാനിക്കണ്ടല്ലേ. ഇതൊന്നും നമ്മൾ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എന്റെ കാര്യം ഒന്ന് നോക്കിയേ. ഞാനൊരു ഫുൾ ബോഡി ചെക്കപ്പിന് പോയതാ. എന്റെ ഭാര്യ കുറെ നാളായി പറയുന്നു ചെക്കപ്പ് ചെയ്യേ. അങ്ങനെ ചെക്കപ്പ് നടത്തി. അതിന്റെ റിസൾട്ടും വന്നു. ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ തോളത്ത് തട്ടി സന്തോഷമായിട്ട് എന്നെ വിട്ടതാണ്. ഞാനും വളരെ ഹാപ്പി ആയിട്ട് നേരെ റോഡ് ക്രോസ് ചെയ്തു. ആ സമയത്ത് ഫോൺ എടുത്ത് ഞാൻ ചെവിയിൽ വെച്ചോ. ഒരു പാണിലൊരു പാനോ ഹോട്ടലാ പോയി. കഷ്ട. എനിക്കിപ്പോ ഞാൻ മരിച്ചതിന് വലിയ വിഷമം ഉണ്ടായിട്ടല്ല,
ഞാൻ കൂലിയച്ചറ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വിറ്റിട്ട് ഇവിടെയുള്ള എന്റെ പഴയ വീടൊന്ന് പൊളിച്ചു കളഞ്ഞ് പുതിയൊരു വീട് പണിത് അവിടെ താമസിക്കണമെന്ന് എല്ലാവർക്കും വളരെ ആഗ്രഹമാണ്. അത് നടന്നില്ല. ഇനി അതൊക്കെ നടക്കൂല. ഞാനില്ലാണ്ട് അവിടെ ഒരു കാര്യം നടക്കില്ല. അവറ്റകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുപോലെ എന്റെ ഭാര്യയുടെ ഒരു ആണുണ്ട് ജെയിംസ്. അവനെ നല്ലൊരു വീട്ടിൽ നിന്ന് നല്ലൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തിട്ട് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം. അതും നടന്നില്ല. ഇനി അതൊന്നും നടക്കൂല. എനിക്കാണെങ്കിൽ അതിനൊന്നും പോകാൻ സമയം കിട്ടില്ല. ഇനി അവരൊന്നും നടത്തിയാൽ അത് നടക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഈ വക കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് എനിക്ക് ഒരു സുഖം. എല്ലാത്തിനും നിങ്ങൾ വേണമല്ലോ. നിങ്ങൾ ഇറങ്ങി പിടി. അതല്ല ജോർജേട്ടൻ ഇങ്ങനെ മരിച്ചേ? ഓ, അതൊരു വല്ലാത്ത മരണമാണെന്ന് എന്റെ നോളജ്. അത് എന്റെ ഭാര്യയുടെ ആങ്ങള ജെയിംസിന് ഞാൻ പറഞ്ഞില്ല. അവന്റെ വിവാഹക്കാരെ സംസാരിക്കാനായിട്ട് അവനും അവന്റെ ഡാഡിയും കൂടി വീട്ടിൽ വന്നതാണ്. വിവാഹക്കാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് പോവാൻ നേരത്ത് അവർക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കാലോ എന്ന് വിചാരിച്ചു. വീടിന്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ആ പാഷൻ ഫ്രൂട്ട് പറിക്കാനായിട്ട് ഒരു കോണി വെച്ചങ്ങനെ കയറ്റുക. കോണിമ കയറുമ്പോ മുണ്ട് മടക്കി കുത്തി കയറുന്നത് മോശല്ലേ? ഞാൻ മുണ്ടിന്റെ മടക്കി കുത്തി അയച്ചിട്ട് ആ കോണിമ കയറ്റുക. മുകളിലെ തറയപ്പോ ആ മുണ്ടിന്റെ അറ്റത്ത് ചവിട്ടി താ കിടന്നു ഞാൻ നൽകാം. പിന്നെ നേരെ ഇങ്ങോട്ടുള്ളത് വരണം. ഇത്രയുള്ള മനുഷ്യന്മാരൊക്കെ കാര്യം നിങ്ങൾക്കറിയോ എത്ര ആളുകളാ ഇതുപോലെ ഇവിടെ വന്ന് കിടക്കണെന്നുള്ളത്? അതെ, ഞാൻ നാട് വരുമെന്ന് പോകുന്നുണ്ട്. ജോർജേട്ടൻ പോന്നോ? ഓ, ഞാൻ ഇതിന്റെ അവസ്ഥ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണാനുള്ള ശക്തി ഇല്ല. ഞാൻ പോകുന്നത് എന്റെ ഭാര്യയുടെ 2ാം വിവാഹം കാണാനാ. അവളെ നന്നായി ഒന്ന് അനുഗ്രഹിക്കും. പാവം ജോർജന്റെ കൂടെ ഞാൻ വരണം. ഒന്ന് പോയിട്ട് വരാം. ഞാൻ വരണം. വരാന്നേ. ശരി. ആയോ? ഏകാന്തതയുടെ മഹാതീരം ഇത് എന്റെ വീടാണല്ലോ. പുതിയ വീടാണല്ലോ. അതേ, അത് എന്റെ വീടാണേ. ഈ വീട് പണിയാനാണ് ഞാൻ ഇത്രയും കാലം ആലോചിച്ച് നടന്നിരുന്നത്. വീടിനകത്തുണ്ടല്ലോ. ആരാത്? ആ, അതെന്റെ മകനാ. ഇത് എന്റെ വീട് തന്നെയാ. ഇത് എങ്ങനെയാണ് അവ ഇത്ര പെട്ടെന്ന് പണി കഴിച്ചത്? അല്ല, പുതിയൊരു കാർ എടുക്കണ്ടല്ലോ. 10-20 ലക്ഷം രൂപയിൽ കൊടുത്ത് കാണുമല്ലോ. അതിന് എനിക്കൊന്നും മനസ്സിലാവില്ല. ഇത് എങ്ങനെ ഇത്ര പെട്ടെന്ന് നടന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അല്ല, ആരാ വീടുണ്ടല്ലോ. അതാ, അതല്ലേ ജെയിംസ്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭാര്യയുടെ ആളെ പറഞ്ഞില്ലേ, അതാണ് ജെയിംസ്. മോനെ ചിന്ന ഫുഡൊക്കെ റെഡിയാക്കി രാജേഷി അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരിടത്ത് കഴിച്ചോട്ടോ. അങ്ങളെ ടൗണിൽ പോയിട്ട് വരാട്ടോ. രാജേട്ടാ നിങ്ങളെന്താ വീട് പണിയൊക്കെ കഴിഞ്ഞല്ലോ. ജോർജടിയുള്ള സമയത്ത് ഇവിടെ എന്താവശ്യത്തിലും പ്ലംബിംഗ് ആയാലും വയറിംഗ് ആയാലും കറണ്ട് പോയാലും വെള്ളം പൈപ്പ് കടയിലും എന്നെ വിളിക്കാം. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇവിടെ ഒന്നും വിളിക്കുന്നില്ലല്ലോ. അതെ,
രാജുവേട്ടാ വിഷമിക്കുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജ് ചേട്ടൻ പോയല്ലോ, മരണമൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ചേട്ടൻ പോയ വഴിക്ക് തന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് സെറ്റായി. പെട്ടെന്നൊരു വീട് പണി കിട്ടി. ചേച്ചി അതിനെല്ലാം നോക്കി നടക്കുകയാണ്. അപ്പൊ ചേച്ചിക്ക് ടൗണില് ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച് ഇതെല്ലാം നടത്താനായിരുന്നു ആദ്യം. അപ്പോൾ നമുക്ക് സാധാരണ ആളുകൾക്ക് അതിനകത്ത് ചെന്ന് ഒന്നും ചെയ്യാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ശരിക്കും ചേട്ടനെ ഓർക്കാനിട്ടല്ല, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരുന്നതാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചേച്ചി അങ്ങനെ ചെയ്തത്. ചേച്ചി ഇപ്പോ അവിടെ ഇല്ലേ? ഇല്ല, ചേട്ടൻ അറിഞ്ഞില്ലേ, ടൗണിൽ നമ്മളൊരു പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. ചേച്ചി ഫുൾ ടൈം അവിടെയാ. ഇപ്പൊ ഞാനും അങ്ങോട്ടാ പോകുന്നത്. ശരി. അപ്പൊ നിങ്ങൾക്കൊരു ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അത് കച്ചവടമായോ? അത് അതിനേക്കാൾ നല്ല കഥ. ജോർജ് ചേട്ടനുള്ള സമയത്ത് അതിന് തോന്നുന്ന വിലയല്ലേ പറഞ്ഞിരുന്നേ. 2 കോടി, 2.5 കോടി, 3 കോടി ഇങ്ങനെ പറഞ്ഞു നടക്കും. ഓരോരുത്തർ കച്ചവടത്തിന് വരും, അവരുടെ അടുത്തെല്ലാം തെറ്റും. പറഞ്ഞു തരുന്നത് എങ്ങനെയാ? 3 കോടിക്ക് വരുന്ന ആളുടെ അപ്പൊ തന്നെ പറയും 3.5 കോടി. ഇങ്ങനെ ഇയാള് നശിപ്പിച്ച് ആ ലാൻഡ് അവിടെ കിടന്നല്ലാതെ വീട് പണി നടന്നില്ല. അവസാനം അങ്ങേരങ്ങ് ചത്തുപോയി. അതിന്റെ തൊട്ട് പുറകെ ചേച്ചി ഒരു വില നിശ്ചയിച്ചു, 2 കോടി രൂപ. ഈ 2 കോടി രൂപ നിശ്ചയിച്ച് 3-4 പേര് വന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അവസാനം 1.5 കോടിക്ക് കച്ചവടം നടത്തേണ്ടത്. ആ 1.5 കോടിക്ക് കച്ചവടം നടത്തിയപ്പോഴാണ് നമ്മൾ ഈ വീട് പണിത്. അപ്പൊ ടൗണിലൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു പറഞ്ഞോ? ചേട്ടാ, 1.5 കോടിക്കല്ലേ കച്ചവടം നടത്തേ. ഇതിനാകെ 70 ലക്ഷം രൂപയല്ലേ ഉണ്ടായുള്ളൂ. ബാക്കിയുള്ള 80 ലക്ഷം രൂപ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് മേടിച്ചു. ബാലൻസ് വന്ന കാശ് കൊണ്ട് നമ്മൾ അവിടെ ടൗണിൽ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള സെറ്റപ്പ് ചേച്ചിക്ക് ചെയ്തു. അതും കൂടാതെ ബാലൻസ് വന്ന ക്യാഷ് കൊണ്ട് താൻ കിടക്കുന്നതായിട്ടില്ലേ. ജോർജേട്ടൻ സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവില്ല? വളരെയധികം സന്തോഷം. ഇങ്ങനെ പോലെ ഒരു മനുഷ്യനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞതൊക്കെ ബാക്കിയുള്ള ഫില്ല് ചെയ്താവും. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഈ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് നാട്ടുകാർക്ക് അങ്ങനെ വളരെ നല്ല മനുഷ്യൻ, പക്ഷെ ഞങ്ങൾ വീട്ടുകാർക്ക് ഇത്ര വൃത്തികെട്ട ഒരു മനുഷ്യൻ ജന്മത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ കല്യാണക്കാരി ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പെണ്ണ് കണ്ടതാ. ഇയാൾ എന്റെ കൂടെ നടന്ന് കുറെ ചായ കുടിച്ചല്ലാതെ ഒരെണ്ണമെങ്കിലും അയാൾ എഗ്രി ചെയ്തോ? അവസാനം എന്തായി? അയാളങ്ങ് ചത്തുപോയി. തൊട്ട് പുറകെ തന്നെ എനിക്ക് നല്ല പെണ്ണും കെട്ടി ഞാനും രക്ഷപ്പെട്ടു. അപ്പോഴേ ഞാൻ പൊക്കോട്ടെ, ചേച്ചി ഭയങ്കര തിരക്കിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഓർമ്മ അടുത്ത വീട്ടിലൊരു പണി ഓക്കെ. ജോർജേട്ടുള്ള സമയത്ത് എല്ലാ പണിക്കും ഞാൻ എന്നെ വിളിക്കാം. 100 ചോദിച്ചാ 50 തരാ. എന്നാ അതുമില്ല എന്തായി? എന്താ ജോർജേട്ടാ, നിങ്ങളില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണ്ടല്ലോ. ജോർജേട്ടാ, നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മളില്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല. ഒക്കെ വെറുതെയാ. ഒരാളും ഒരു സ്ഥലത്തും അത്യാവശ്യമില്ല. നിങ്ങളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവിടെ നടക്കും. നിങ്ങളില്ലെങ്കിലും ഒന്നും നടക്കൂലെന്നും നിങ്ങൾക്ക് ശേഷം പ്രളയം എന്നുള്ളതൊക്കെ ശുദ്ധ വിട്ടിത്തരാ. നിങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അവര് ഒരൊറ്റ വർഷം കൊണ്ട് നടത്തി. ഇതിൽ നിന്ന് ജോർജേട്ടാ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയ? എല്ലാം എന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റിയേക്ക്. ഇല്ലെങ്കിലേ പാരലോകത്ത് പോലും ഗതി കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക്. അതെ, നമുക്ക് വിട്ടാലോ? പോവാ നമുക്ക്. നാട്ടിലേക്ക് പങ്കുവെക്കാൻ അവിടെ പോയി. അവരിതുവരെ കാണില്ലോ. അതാ തമാശ. അവരൊന്ന് വന്നിട്ട് വേണം എനിക്കൊന്ന് മുങ്ങാന്ന് വിചാരിച്ചാ ഞാൻ നടക്കണേ. എത്ര നാളായി ഇത് കിടക്കണേ. കറക്റ്റാട്ടാ. പക്ഷെ എന്ത് ചെയ്യാം, മനുഷ്യന്റെ കാര്യത്തിൽ എത്ര നാളായി കിടക്കും. അവിടെ ഇടുപെട്ടില്ലോ. ആരെ എടാ, ദുഷ്ടനെ കൊണ്ട് തോറ്റിന്റെ പുതിയ ിന്റെ കൂടാണ് അടുപ്പക്കാരന് തേനാണ്. വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ് മിടുമിടുക്കുള്ള ജോയ്. പണിക്ക് ചെന്നതിൻ പിറ്റേന്ന് കൊടക്ക് വേലകൾ കാട്ടിയിട്ട് കണക്ക് തെറ്റിയ റോക്കറ്റായി തിരിച്ചു പോരണ ജോയ്. ഇവൻ എന്തിനു പോന്നോനാ, പല നമ്പരുമുള്ളോനാ, പണി എന്തിനു പോയാലും.
ദൈവമേ, എന്റെ റീത്തിന്റെ കച്ചവടം ഇങ്ങനെ പൊടി പൊടിക്കുകയാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട്. നമ്മുടെ ഹൈ റോഡിലെ 5 വിളക്കിന്റെ അടുത്ത് ഒരു മഞ്ചക്കട, അതെനിക്ക് തുടങ്ങാനുള്ള ഭാഗ്യം തരില്ലേ? അപ്പോ മഞ്ചപ്പെട്ടിയുടെ കാര്യം തീരുമാനമായിട്ട് ലാസ്റ്റ്. അതെ, ഞാനും കാര്യം പറഞ്ഞേക്കാം. അവരവരുടെ പെട്ടി കയറി കിടക്കും, ഇല്ലെങ്കിൽ അവൻ പൊക്കും. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടില്ല. ഇത് കുറച്ച് വർക്ക് കൂടുതലുള്ളതാ, 2 എണ്ണം അടിച്ചിട്ട് തുടങ്ങാം. അല്ലെങ്കിലും ഈ മരിച്ചവർക്കൊക്കെ എന്തിനാ ഇത്ര വിലപിടിപ്പുള്ള മഞ്ച? ഓരോരുത്തർക്ക് തേക്കിന്റെ വീട്ടിയുടെ കഴിഞ്ഞ ആഴ്ച ഒരുത്തോടെ വന്നിട്ടുണ്ട്. തേക്കിന്റെ മഞ്ചയില വന്നോണെ, അവനെ ഞാൻ പൊക്കും, അവന് മണ്ണിൽ കറക്കും. ഞാൻ മോശം കൊടുക്കണ്ടേ? എടാ, ഇപ്പം പറയണത് എന്താ മഞ്ചപ്പെട്ടിയുടെ കാര്യമാണ്? തേക്ക് പെട്ടി എന്റെ താടി കൊണ്ടുവന്ന് വെച്ചതാ. പാവം കഷ്ടപ്പെട്ട കാശ് കൊണ്ട് ഉണ്ടാക്കിയ തേക്ക് പെട്ടിയാണ്. അത് ഇപ്പം പൊക്കുന്നത്ത് പറഞ്ഞ എന്റെ താടി എങ്ങാനും ഇത് അറിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇതെന്റെ താടിനെ അറിയിക്കും? ഈശ്വര, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കും. എന്തായി നാട്ടിൽ പോയിട്ട്? നാട്ടിലെ ഒരു പ്രശ്നമില്ല. സത്യം, ജോർജേട്ടന് വളരെ സമാധാനത്തോട് കൂടി ഇരിക്കുക. ഒരു പ്രോബ്ലം ഇല്ല നാട്ടിൽ. എന്താ ജോലി കിടക്കുന്നത്? എന്നാലും എന്റെ ലോറൻസ്, എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് പിടികിട്ടില്ല. ഞാനില്ലാണ്ട് അവർ ഇത്രയൊക്കെ ചെയ്തത് എനിക്ക് ഇപ്പോഴും അതിലൊരു വിശ്വാസമില്ല. നമ്മളുടെ ഇടയിലും ഉണ്ടാകും ഇതുപോലത്തെ ചില ജോർജേട്ടന്മാർ. ഞാനില്ലാതെ ഒന്നും ഇവിടെ നടക്കില്ല. ഇതൊന്നും അവർ ചെയ്താൽ ശരിയാകില്ല. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ഞാനില്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു. സത്യത്തിൽ അവർ മറ്റുള്ളവരുടെ കഴിവുകളെ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത്? കൂടെയുള്ളവരെ ഒന്ന് പരിഗണിച്ചു നോക്കൂ. നമുക്ക് സാധിക്കാത്ത പലതും വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നത് കാണാം. നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ മാറ്റങ്ങൾ. ജോർജേട്ടാ, നിങ്ങളില്ലാതെയും ഇവിടെ പലതും നടക്കും. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖഛായകളെ തീരത്തു മത്സരിച്ചു മരിക്കുമി തിരകളും നിങ്ങളും ഒരുപോലെ. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖഛായകളെ തീരത്തു മത്സരിച്ചു മരിക്കുമി തിരകളും നിങ്ങളും